ഹാവ് വണ്ടർഫുൾ ടൈം. ഇന്ന് ഞാൻ ഇപ്പോൾ ഈ രാവിലെ ദിവസം പറയാനിരിക്കുന്ന വാക്യം സദൃശവാക്യം 3-ാം അധ്യായം 30-ാം വാക്യം വായിക്കട്ടെ. നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത്. അടുത്ത വാക്യം, സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവൻ്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയുമരുത്. നമ്മൾ വെറുതെ ഉള്ള ആൾക്കാരോട് ശണ്ട പിടിക്കാൻ പോകണ്ട. എല്ലാവരും അനേക പ്രാവശ്യം എന്നെ വളരെ നിന്ദിച്ച് വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് കർത്താവ് അതെല്ലാം ഹീൽ ചെയ്തു. ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന ദൈവം എന്നെ ഹീൽ ചെയ്തു. ദൈവം പറയുന്നത് വെറുതെ ഒരു മനുഷ്യനോട് നിൽക്കുകയാണെങ്കിൽ വെറുതെ ഇപ്പോൾ ശണ്ടയിടണ്ടെന്നാണ് പറഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ മുൻപാകെ നിൻ്റെ കോപം പോകണം. കോപം, മൂർഖത്തരം ഇതെല്ലാം ഉണ്ടായിരുന്നു. ദൈവം ഇതെല്ലാം വിടുവിച്ചു. ഞാനിതൊക്കെ ജീവിതത്തിൽ വെറുതെ ഉള്ള മനുഷ്യനോട് ശണ്ടയിടരുതെന്ന് പറയുമ്പോൾ നമ്മൾ ആരോട് ശണ്ടയിടാൻ പോകണ്ട. ബൈബിളിൽ വാക്യമുണ്ട്, ബി സ്റ്റിൽ, ഐ വിൽ ഫൈറ്റ് ഫോർ യു. നമുക്ക് വിഷമമുണ്ട്, അതുകൊണ്ടില്ല നമ്മൾ തിരിച്ചു പറയുന്നത്. എന്നാൽ ബൈബിൾ പറയും, ഡോണ്ട് റിട്ടാലിയേറ്റ് ഇമ്മീഡിയറ്റ്ലി. അവരോടൊന്ന് വഴക്കുണ്ടാക്കാനോ ശണ്ടയിടാനോ പോകണ്ട. ചിലർ ശണ്ടയിടാൻ ഇങ്ങോട്ട് വരുമ്പം ശത്രു ഭാരം പോയി നിൻ്റെ ചങ്കിന് നേരെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം, പരിശുദ്ധാത്മാവിൻ്റെ കൊടി അവിടെ വരുന്നതാണ്. അതാണ് ഇതിനകത്തെ സാരാംശം. അതായത് അതുപോലെ സാഹസക്കാരനോട് നിസ്സയപ്പെടരുത്. സാഹസക്കാരന്മാരുണ്ട്, സാഹസം ചെയ്യുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ. അവരോട് നസൂയപ്പെടരുത്. ചിലരുടെ ബംഗളവും ചിലരുടെ ജീവിയും എല്ലാം മോഡിഫൈ ചെയ്ത് വലിയ 10 കൊട്ടാരം പണിഞ്ഞാൽ പോലും അവരോടൊന്നും അസൂയപ്പെടരുത്. അവൻ്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കുകയും വരുന്നത്. അവരുടെ വഴികളൊന്നും തിരഞ്ഞെടുക്കണ്ട. ഇന്ന് സൺഡേ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന അവർ നല്ല വഴിയിലുള്ളവരോട് അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ സൺഡേ സ്കൂൾ ചെറിയ തോതിൽ പഠിച്ചിട്ടുണ്ട്. ഇന്നും അതെനിക്ക് ആശ്വാസമാണ്. പഠിപ്പിച്ച ആ വാക്യം എന്ന് വെച്ചാൽ 30, 60, 100 മേനിയായി കൊയ്തെടുക്കുന്ന അനുഭവം. ചില സീഡ്സ് പാറമേലിട്ടു, മണലിലിട്ടു, ആ പാരബിൾ. അതുകൊണ്ട് ഈ കാലത്ത് നമ്മൾ ആരെയും ശണ്ടയിടാൻ പോകണ്ട. അത് വലിയവരും അവിടെ ശണ്ടയിട്ടുണ്ടെങ്കിൽ അതിന് നടുക്ക് കയറി കിടന്ന് ഞാനിവിടെ വേറെ എല്ലാവരും ശണ്ടയിടണ്ട. വലിയൊരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരം ശ്രദ്ധിക്കേണ്ട. അത് ശ്രദ്ധിച്ചാൽ നിൻ്റെ സെർവൻ്റ് നിന്നെ നിന്ദിക്കുന്ന തുല്യമാണ് സഭപ്രസംഗിയിൽ പറയുന്നത്. അപ്പം അതിനകത്ത് പറയാൻ, നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത്. നിനക്ക് ദോഷം വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇതെൻ്റെ ജീവിത അനുഭവം ഇത് തന്നെ തന്നെയാണ്. എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ എല്ലാം ക്രമപ്പെടുത്തി. അതായത് ദൈവം പറയുന്നു, വെറുതെ ശണ്ടയിടരുത്, ശണ്ടയിടാൻ പോകരുത്. ഒരു വാക്ക് പോലും ശണ്ടയ്ക്ക് പോകണ്ട. ഇപ്പം ചിൽഡ്രൻസ് ഉണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവരുടെ ഏജ് അങ്ങനെയാണ്. എന്നാൽ അവരോട് നമ്മൾ സൗമ്യതയായും സൈലൻ്റായിട്ട് ഇരിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ബി കാം, ബി ക്വയറ്റ്, ബി ഹാപ്പി ആൻഡ് ബി ബ്ലെസ്ഡ് ബൈ ഗോഡ്. ഞാനീ പറയുന്നതെല്ലാം ചെറു പിള്ളേകൾക്കും മുതിർന്നവർക്കും, എൽഡേഴ്സിനും ചിൽഡ്രനും പറയുവാണ്. ഇതിൻ്റെ മിഡിൽ ഏജ് ഗ്രൂപ്പുള്ളവർക്ക് കേൾക്കാം. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. എനിക്ക് എത്ര അത്ഭുതം ചെയ്യുന്നുണ്ടോ ആ അത്ഭുതങ്ങൾക്കെല്ലാം കർത്താവെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ദൂതിൽ നിന്ന് ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാമേ. വക്രതയുള്ള യഹോവയ്ക്ക് വെറുപ്പാകുന്നു. വക്രതയുണ്ടോ യഹോവയ്ക്ക് വെറുപ്പാണ്. വക്രതയൊന്നും വേണ്ട. ആമീൻ, ആമീൻ.